Muckles, welcome back to Sala Learning. It's me, Sri Bhama SB. അപ്പോൾ മക്കളെ മിസ് ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ മക്കൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ ഓരോന്നും ചെയ്ത് പഠിക്കണം അല്ലേ. സോ അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫിസിക്കൽ ചേഞ്ച്? ഫിസിക്കൽ ചേഞ്ചിന്റെ ക്യാരക്ടറിസ്റ്റിക് ഏതൊക്കെയാണെന്നാണ്. ദ സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ് മേ ഓർ മേ നോട്ട് ചേഞ്ച് ആണോ? സബ്സ്റ്റൻസ് വിത്ത് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഇസ് ഫോം ആണോ? നോ ന്യൂ സബ്സ്റ്റൻസ് ഫോം ആണോ? ദ സബ്സ്റ്റൻസ് അണ്ടർഗോ കെമിക്കൽ റിയാക്ഷൻ ആണോ? എന്താണ് മക്കളെ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് പറയാൻ പറ്റും ഇതിനകത്തുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഐയും 3യും എന്ന് വെച്ചാൽ ദ സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ് മേ ഓർ മേ നോട്ട് ബി ചേഞ്ച് എന്നുള്ളതും നോ ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്തു എന്നുള്ളതാണ് ഫിസിക്കൽ ചേഞ്ചിന് ആപ്റ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ആദ്യം അറിയേണ്ടത് എന്താ ഫിസിക്കൽ ചേഞ്ച് അല്ലേ. അപ്പൊ മിസ് ഇന്നിപ്പോ ഈ ലുക്കിൽ വന്നു, നാളെ ഞാനിത് ഫുൾ കളറൊക്കെ ചെയ്തിട്ട് വേറൊരു നീല കളറൊക്കെ ചെയ്ത് വൈബായിട്ട് വന്ന് നിങ്ങൾ പറയും മിസ്സിന് നല്ല മാറ്റമുണ്ട്, പക്ഷെ മിസ് തന്നെയാണ് അല്ലേ. ശ്രീബാബ എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാ, പക്ഷേ എന്റെ ലുക്കിൽ മാറ്റം വന്നെങ്കിൽ ഫിസിക്കൽ ചേഞ്ചാ അല്ലേ. കാരണം എന്റെ ലുക്കിൽ മാറ്റം വന്നു. അതേപോലെയാണ് ഇവന്മാരുടെ കേസ് പറയുകയാണെങ്കിലും ദ സ്റ്റേറ്റ് ഓഫ് സബ്സ്റ്റൻസ് മേ ഓർ മേ നോട്ട് ബി ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് ക്യാൻ ബി ഇൻവോൾവ് ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ലൈക്ക് മെൽറ്റിംഗ് ഓർ ഫ്രീസിങ്. ലുക്കില് കാണുന്നതിലുള്ള മാറ്റം, ചിലപ്പോൾ അത് മെൽറ്റ് ചെയ്തിട്ടായിരിക്കാം, ഫ്രീസ് ചെയ്തിട്ടായിരിക്കാം, ചിലപ്പോൾ സ്റ്റേറ്റ് ആയിരിക്കാം, സോളിഡ് ഉള്ളത് ലിക്വിഡ് ആവാം, ലിക്വിഡ് ഉള്ള ഗ്യാസ് അങ്ങനെ ആയിരിക്കാം. അങ്ങനെ മാറ്റങ്ങൾ വരാം, പക്ഷെ ഒരിക്കലും അതിനകത്തുള്ള കെമിക്കലി ഉള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. ഫിസിക്കലി ഉള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ, പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഇവിടെ ഫോം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അത് ഫിസിക്കൽ ചേഞ്ച് ആണ്. ഇറ്റ് ഈസ് ഇൻ എ ഫിസിക്കൽ ചേഞ്ച് സബ്സ്റ്റൻസ് റിമെയിൻ ദ സെയിം ഓൺലി ഫോം ദ സ്റ്റേറ്റ് ചേഞ്ച് അല്ലേ. സ്റ്റേറ്റിന് മാത്രമേ മാറ്റം വരുള്ളൂ. അപ്പൊ നമ്മൾ പറയില്ലേ ചിലരുടെ നല്ല കാല, ചിലരുടെ മോശം കാല എന്നൊക്കെ പറയില്ലേ, അതുപോലെയാ ചില സ്റ്റേറ്റുകൾ മാറും, സോളിഡ് ലിക്വിഡ് ആകാം, പക്ഷെ എങ്കിൽ പോലും സാധനം സെയിം തന്നെയാണ്. അങ്ങനെയാണ് അതാണ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയാം. എക്സാമ്പിൾ പറഞ്ഞ ഒരു ശർക്കര ജാഗറി എടുത്ത് നമ്മൾ പൊടിച്ച് വിചാരിച്ചോ, അപ്പോഴും ജാഗറി തന്നെയല്ലേ. ഈ കട്ടയായിട്ടുള്ള സാധനം പൊടിച്ചു എന്ന് പറയുമ്പോൾ എന്താ ചെറിയ വ്യത്യാസം ഇതിനകത്ത് വരുന്നുള്ളൂ, ലുക്കിലുള്ള മാറ്റേ വരുന്നുള്ളൂ, പക്ഷെ അതിന്റെ ടേസ്റ്റോ അതിന്റെ സാധനം ഒന്നും മാറുന്നില്ല. സോ ദാറ്റ് മീൻസ് ഗ്രൈൻഡിങ് ജാഗറി എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിളാ? ഫിസിക്കൽ ചേഞ്ചിന്റെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റും. അതുപോലെ ഷേപ്പിൽ ചേഞ്ച് വരുത്താം. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു വലിയൊരു വാട്ടർമെലിനെ കട്ട് സ്മോൾ പീസസ് ചെയ്താലും അതൊരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നില്ല അല്ലേ. വേറെ ഒരു പ്രശ്നമില്ല, ലുക്കിൽ മാത്രമേ മാറ്റം വന്നുള്ളൂ, അത് ഫിസിക്കൽ ചേഞ്ചാ. പിന്നെ നോക്കുക, വുഡിനെ എടുത്തൊരു ഷെയർ ആക്കി മാറ്റാലും ഫിസിക്കൽ ചേഞ്ച്. ഗ്ലാസ് എടുത്ത് പൊട്ടിച്ചു, ദേഷ്യം വന്ന് നമ്മൾ ഇട്ടെറിഞ്ഞ് പൊട്ടിച്ചാലും അത് ഫിസിക്കൽ ചേഞ്ച് ആണ്. പിന്നെ പൈപ്പുകൾ രണ്ടും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിലും അവിടെ എന്താ പറയാൻ പറ്റുക, നമുക്കൊരു ഫിസിക്കൽ ചേഞ്ചേ വന്നിട്ടുള്ളൂ അല്ലേ. അപ്പൊ കെമിക്കലിലുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ എ ചേഞ്ച് ഇൻ ദ അപ്പിയറൻസ് നോ ന്യൂ സബ്സ്റ്റൻസ് ഫോം സച്ച് ചേഞ്ചസ് ഇൻ വിച്ച് ഓൺലി ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സച്ച് ആസ് ഷേപ്പ് സൈസ് സ്റ്റേറ്റ് ഒക്കെയാണ് മാറ്റം വന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ഫിസിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് ക്യാൻ ബി റിവേഴ്സ് ഓർ ഇറിവേഴ്സിബിൾ. എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഒരു പേപ്പർ ഞാനിങ്ങനെ ദേഷ്യം വന്നപ്പോൾ ക്രഷ് ചെയ്തു, പക്ഷെ ഇത് തിരിച്ചെനിക്ക് പഴയ പോലെ ആക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഒന്ന് മടക്കി പിടിച്ചൊന്ന് മര്യാദക്കൊക്കെ ഒന്ന് വൃത്തിക്കാക്കിയ പഴയ സ്റ്റേറ്റ് ആയി. അപ്പൊ അത് ഫിസിക്കൽ ചേഞ്ച് ആണ്. അതേസമയം ഈ പേപ്പർ ഞാനെടുത്ത് കത്തിച്ച എന്താ, അത് കെമിക്കൽ ചേഞ്ചാ. കാരണം പിന്നെ ആ പേപ്പറിനെ തിരിച്ചതേപോലെ ആക്കാൻ പറ്റില്ല, ഒരു ചാരമായിട്ട് ആഷ് ആയിട്ടല്ലേ കിട്ടുള്ളൂ. അപ്പൊ ഇത് കെമിക്കൽ ചേഞ്ച് ആയി. സെറ്റ് അല്ലടാ, റെഡി അല്ലേ? അപ്പൊ നോക്ക്, ഒരു ഫിസിക്കൽ ചേഞ്ചിന്റെ മറ്റൊരു എക്സാമ്പിൾ ചോക്ക് പൊടിക്കുന്നത് അല്ലെ, ഈ ചോക്ക് പൗഡറി ഫോം ആക്കി മാറ്റുന്നത് ഒക്കെ നമുക്ക് എന്താ പറയാൻ പറ്റാം, ഫിസിക്കൽ ചേഞ്ചിലുള്ള എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. സോ ചേഞ്ച് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് സബ്സ്റ്റൻസ് സച്ച് ആസ് സൈസ്, ഷേപ്പ്, സ്റ്റേറ്റ്, ഇതിലേതിൽ വന്നാലും അത് ചിലപ്പോൾ എക്സ്പാൻഡ് ആവാം, മെൽറ്റിംഗ് ആയിരിക്കാം, ബ്രേക്കിംഗ് ആവാം അല്ലെ, അടിച്ചു പൊട്ടിക്കാം, ടിയറിംഗ് ആയിരിക്കാം. അതൊക്കെ എന്താ പറയാൻ പറ്റുക, ഫിസിക്കൽ ചേഞ്ചിലുള്ള എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നോ ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോം, പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടായിട്ടുമില്ല. സെറ്റ് അല്ലടാ, റെഡി അല്ലേ? അടുത്ത നോക്കാം. Predict which of the following changes can be reversed and which do not reverse. If you're not sure, you may write this down. അപ്പൊ സ്റ്റിച്ചിങ് ക്ലോത്ത് ഇൻ ടു ഷർട്ട്, ഷർട്ട് ആക്കി മാറ്റാം. ഒരു ക്ലോത്തിനെ നമ്മൾ എന്ത് ചെയ്തു, തയ്യക്കാരുടെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, യെസ് ഇതിനെ ടൈലറിന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇതൊന്ന് ഷർട്ട് ആക്കി തരൂ. ഷർട്ട് ആക്കി കഴിഞ്ഞാൽ അത് പിന്നീട് റിവേഴ്സ് ചെയ്ത് പഴയ പോലെ തുണിയാക്കി മാറ്റാൻ പറ്റുമോ? കറക്റ്റ് ഷേപ്പിൽ പഴയ തുണിയാക്കി തരാൻ പറ്റുമോ? ഇല്ലാടാ, അത് നോട്ട് റിവേഴ്സിബിൾ ആ, കനോട്ട് റിവേഴ്സിബിൾ. കാരണം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വെട്ടിയും കഷ്ണവും മുറിച്ച് സെറ്റ് ചെയ്തിട്ടല്ലേ സ്റ്റിച്ച് ചെയ്യുക. അപ്പൊ അതിനെ തിരിച്ച് പഴയ പോലെ ആക്കാൻ പറ്റുമോ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലെ. അതേപോലെ ട്വിസ്റ്റിങ് സ്ട്രെയിറ്റ് സ്ട്രിങ്, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്ട്രിങ്ങിന് നമ്മളത് ട്വിസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം, അത് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെ തിരിച്ചു വെച്ച ഒരു സാധനത്തിനെ പഴയ സ്റ്റേറ്റിലാക്കാൻ പറ്റുമോ ചോദിച്ചാൽ അത്ര ബുദ്ധിമുട്ടുള്ള കേസല്ല, വി ക്യാൻ റിവേഴ്സ്. ഇനിയോ മേക്കിംഗ് ഇഡ്ലി ഫ്രം ദ ബാറ്റർ, അരിമാവെന്ന് ഇഡ്ലി ഉണ്ടാക്കി മാറ്റിയിട്ട് ഇഡ്ലിനോട് പറയാണെടാ നീ എനിക്ക് അരിമാവായി തിരിച്ചു വരണം എന്ന് പറഞ്ഞാൽ ഇഡ്ലി കേൾക്കുവോ? എവിടെ? അതെന്താണ്, ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള സാധനമാണ്. കനോട്ട് ബി റിവേഴ്സ്, ദ ബാറ്റർ കനോട്ട് ബി റിട്ടേൺ ടു ദ ഒറിജിനൽ ഫോം ഓഫ് സ്റ്റീമിങ് അല്ലെ. സ്റ്റീമിങ് ഒക്കെ കഴിഞ്ഞാൽ
ഇഡ്ഡലി ആയി മാറിക്കഴിഞ്ഞാൽ അതിൽ ഒരു മാറ്റവും ഇല്ല, അത് പിന്നീട് ഒന്നും പഴയ പോലെ ആക്കാൻ പറ്റില്ല. ഡിസോൾവിങ് ഷുഗർ ഇൻ വാട്ടർ, ഷുഗർ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യാൻ നമുക്ക് വകുപ്പുണ്ട്. അപ്പൊ ഷുഗർ ക്യാൻ ബി റിവേഴ്സ്. എന്ത് ചെയ്യാൻ പറ്റും? വെള്ളത്തിനൊന്ന് ചൂടാക്കിയാൽ മതി. ഇവാപറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം നീരാവിയായിട്ട് പോവുകയും ചെയ്യും. പിന്നെ ബാക്കിയുള്ള സാധനം എന്താ? ഷുഗർ ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടും ചെയ്യും. അപ്പൊ ജസ്റ്റ് ഒന്ന് ചൂടാക്കി വിട്ടാൽ മതി, കാര്യം കഴിഞ്ഞു. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് നമുക്ക് സെറ്റ് ആയി കിട്ടിയില്ലേ? അപ്പൊ എന്താ റിവേഴ്സിബിൾ, എന്താ റിവേഴ്സിബിൾ എന്ന് കത്തിയില്ലേ? തിരിച്ച് പഴയ സ്റ്റേറ്റിലോട്ട് മാറ്റാൻ പറ്റുമെങ്കിൽ റിവേഴ്സിബിൾ, മാറ്റാൻ പറ്റില്ലെങ്കിൽ ഇറിവേഴ്സിബിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടേക്ക് 2 glass tumbler or small transparent bottle, mark A and B. Fill 1/4 of the glass tumbler A with the tap water, 1/4 of the glass tumbler with the B with the lime water. Now blow the air into each tumbler at once at a time using separator straws and observe them. Write your observation എന്നാ പറയുന്നത്. നമ്മളോട് പറയാൻ സംഭവം ഇത്രയേ ഉള്ളൂ. ഒരു ടംബ്ലർ എടുക്കുക, ടംബ്ലർ വേണ്ട ഒരു ഗ്ലാസ് എടുക്കുക, മറ്റേതൊരു ഗ്ലാസ് എടുക്കുക, രണ്ടിലോട്ടും വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്തെന്നറിയോ? ഒന്നിനകത്ത് നമ്മൾ വെള്ളം മാത്രം ഒഴിച്ചിട്ട് സ്ട്രോ ഇട്ടിട്ട് നമ്മളങ്ങനെ ഊതി നോക്കി എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നോക്കി. മറ്റേതിനകത്ത് നമ്മൾ ലൈം വാട്ടർ എടുത്തത്. ലൈം വാട്ടർ എന്ന് പറയുമ്പോൾ ചുണ്ണാമ്പ് വെള്ളം എന്ന് മലയാളത്തിൽ പറയും. എന്താ പറയുക? ചുണ്ണാമ്പ് വെള്ളം. നമ്മൾ ഈ വീടൊക്കെ പെയിന്റ് അടിക്കാൻ വേണ്ടി ചുണ്ണാമ്പ്, വൈറ്റ് വാഷ് ചെയ്യാൻ പറയില്ലേ, അവിടെ ചുണ്ണാമ്പ് യൂസ് ചെയ്യാറുണ്ട്. വെറ്റില തേക്കാൻ, വെറ്റില പണ്ടൊക്കെ മുത്തശ്ശിമാരൊക്കെ വെറ്റില ചവയ്ക്കാൻ പറയും, അപ്പൊ വെറ്റില തേക്കാൻ ചുണ്ണാമ്പ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ലൈം വാട്ടർ, ക്ലിയർ ലൈം വാട്ടർ നമ്മൾ എടുത്തിട്ട് അതൊന്ന് ഊതി നോക്കുക. സ്ട്രോ വെച്ചിട്ട് ഊതി കഴിഞ്ഞാൽ നല്ല വെളുത്ത് കുട്ടപ്പനായിട്ടുള്ള പാൽ നിറമായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. മിൽക്കി വാട്ടർ ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ടംബ്ലർ എയിൽ ബ്ലോ ചെയ്താലും നോർമൽ എയറിൽ ബ്ലോ ചെയ്താലും ബബിൾസ് വരും, ബ്ലും ബ്ലും എന്ന് വരുന്നല്ലാണ്ട് മിൽക്കി ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അതേസമയം ബിയിൽ കാണാൻ പറ്റി. എന്തുകൊണ്ടാ? അവിടെ നടന്ന ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. സോ ബി ബ്ലോയിങ് ഇൻ എയർ ഇൻ ടു ലൈം വാട്ടർ ക്രിയേറ്റ്സ് എ ബബിൾ ആൻഡ് ടേൺ lime water milky. If we leave some time, the white substance settle at the bottom of the glass tumbler, indicating now a new substance form. അല്ലേ? അപ്പൊ എന്താ പറയാൻ പറ്റിയത്? ഈ പറഞ്ഞ പോലെ ലൈം വാട്ടർ ഉള്ള സാധനത്തിലോട്ട് സ്ട്രോ വെച്ച് ഊതുമ്പോ നമ്മൾ പുറത്തോട്ട് കൊടുക്കുന്ന എന്താ മക്കളീ? കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ ഊതാന്ന് പറയുമ്പോൾ ഊതുമ്പോ കാർബൺ ഡൈ ഓക്സൈഡാ കൊടുക്കുന്നത്. അപ്പൊ ലൈം വാട്ടറിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വന്നുമ്പോൾ അത് രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് പുതിയൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചേഞ്ചാ വന്നിട്ടുണ്ടാവുക? നമുക്ക് ഷുവർ ആയിട്ടും അറിയാൻ പറ്റും. അവിടെ ഒരു ന്യൂ സബ്സ്റ്റൻസ് എന്നുള്ള ഒരൊറ്റ സാധനം കണ്ട ഓൺ ദ സ്പോട്ട് എഴുതിക്കോ, കെമിക്കൽ ചേഞ്ച് ആണ്. ന്യൂ സബ്സ്റ്റൻസ് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. സെറ്റ് അല്ലേടാ? റെഡി അല്ലേ? ഇതാ നോക്കുക, ലൈം വാട്ടർ നമ്മൾ ഈ പറഞ്ഞ പോലെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും അത് മിൽക്കി ആയിട്ട് മാറിയാൽ അത് ഓൺ ദ സ്പോട്ട് നമുക്ക് ആൻസർ ചെയ്യാം. അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമ്മൾ കൊടുത്തത് എന്ന് പറയാൻ പറ്റും. അതേപോലെ അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? അവിടെ മിൽക്കി ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എ കെമിക്കൽ ചേഞ്ച്. റെഡി? അപ്പൊ നോക്കുക, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ് ലൈം വാട്ടർ. അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള കാൽഷ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ ആയിട്ടാണ് മാറുക. കാൽഷ്യം കാർബണേറ്റ് പറയുന്നത് ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള സാധനമാണ്. അതാണ് എന്താണ്? പുതിയൊരു സബ്സ്റ്റൻസ്, ന്യൂ സബ്സ്റ്റൻസ് ആയിട്ട് മാറിയിട്ടുള്ളത്. അത് തന്നെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക? കെമിക്കൽ ചേഞ്ചിനുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ്. അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ലൈം വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്തു? ദ ടേൺ ലൈം വാട്ടർ മിൽക്കി ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞു യെസ് ഇറ്റ് ഇസ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ആൻഡ് അതേപോലെ നമുക്ക് പറയാൻ പറ്റും അതൊരു കെമിക്കൽ ചേഞ്ച് ആണെന്നും പറയാൻ പറ്റിയിട്ടുണ്ട്. സെറ്റ് അല്ലേ? അപ്പൊ ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ച് എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസുകളാണ്. ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ഇനിയുണ്ട്. അതിനെ മക്കളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് മിടുക്കറായിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. അപ്പൊ നെക്സ്റ്റിൽ കാണാം. അപ്പൊ അതുവരേക്കും ബൈ ബൈ.